വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിലേക്കാണ് വീണ്ടും നമ്മൾ വരുന്നത്. നാട്ടുകാർ പ്രതിഷേധം തുടരുന്നു. നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിനെ പ്രതിഷേധക്കാർ തടഞ്ഞു. കടുവയെ പിടികൂടിയാൽ പോരാ, ഉടൻ കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 4 മണിക്ക് സമരക്കാരുമായി കളക്ടർ ചർച്ച നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ ചർച്ച നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മരിച്ച രാധയുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഉടൻ ജോലി നൽകണമെന്നും നാട്ടുകാരുടെ ആവശ്യം. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, 4 മണി എന്നൊരു സമയം നേരത്തെ കളക്ടർ പറഞ്ഞതെന്നാണ് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുന്നു. കളക്ടർ മറ്റെന്തെങ്കിലും ഉറപ്പുകൾ ഇതുവരെ ഉണ്ടോ? സൈഫുദ്ദീൻ, കളക്ടർ ഇതുവരെ സ്ഥലത്തെത്തി. റവന്യൂ വകുപ്പിലെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണമെന്ന് തന്നെയാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. പ്രതിഷേധത്തിന് ഒരല്പം അയവ് വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും കളക്ടർ വരാതെ ഇവരുടെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലും ഈ സമരം രാത്രിയിലും തുടരും. ഇവർക്ക് കിട്ടേണ്ട ഉറപ്പ് കൃത്യമായ ഉന്നത അധികാരികളിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സമരം തുടരുമെന്ന് തന്നെയാണ് ഇവർ പ്രധാനമായി പറയുന്നത്. കാരണം ഇവരുടെ ജീവനും സ്വത്തിനും ഒരു നിലക്കും സംരക്ഷണം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജോലിക്ക് പോകുന്ന ആൾ, കൃഷിയുടെ കാപ്പി വിളവെടുപ്പിന് പോകുന്ന ഒരാളെയാണ് ഇന്നലെ കടുവ ആക്രമിച്ച് 30 മണിക്കൂർ പിന്നിടുമ്പോഴും ഇപ്പോഴും കടുവയുടെ സാന്നിധ്യം വനം വകുപ്പിന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമായി പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വനം വകുപ്പ് വിവിധ ഇടങ്ങളിൽ ക്യാമറകൾ 36 ക്യാമറകളാണ് വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ നിരവധി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമറകളിൽ ഇന്ന് ഉച്ചയോടുകൂടി അത് ക്യാമറയിൽ കടുവ പതിഞ്ഞു എന്ന് CCF പറഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനം വകുപ്പിന് ആയിട്ടില്ല എന്നുള്ളത് പ്രതിഷേധം ഇരട്ടിയാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കടുവയെ കൊല്ലണം എന്നുള്ള നാട്ടുകാർക്ക് കിട്ടേണ്ട ആ ഒരു ഉറപ്പ് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ നരഭോജിയായ കടുവ, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊന്നിട്ട് ഇത്രയും സമയമായിട്ട് പോലും അതിനെ പിടികൂടാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ നടപടികളിലേക്ക് കടക്കാനോ വനം വകുപ്പിനായിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിഷേധമായി നിലനിൽക്കുന്നു. ഇന്ന് രാവിലെ ഈ രാധയുടെ സംസ്കാര ചടങ്ങ് പൂർത്തിയായതിനു ഉടനെ തന്നെയാണ് നാട്ടുകാർ ഈ ഒരു പ്രിയദർശിനിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നത്. ഇവിടെയായിരുന്നു DFO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നാട്ടുകാർ ഒന്നടങ്കം ഇങ്ങോട്ട് വരികയും പിന്നീട് അവർക്ക് ഉറപ്പ് കിട്ടാത്തതിനെ തുടർന്ന് ഇതൊരു പ്രതിഷേധമായി മാറുകയും പിന്നീട് ഒരു പ്രതിഷേധ ജ്വാല തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഈ ഒരു പ്രദേശം കടന്നത്. ഇത്രയും സമയം DFO അടക്കമുള്ള ആളുകളെ ഉപരോധിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ ഒരു സമരം. ഇപ്പോൾ DFOയും അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘം കടുവയെ മയക്കുവെടി വെക്കുന്നതിന്, അല്ലെങ്കിൽ കൃത്യമായി കടുവയെ നിരീക്ഷിക്കുന്നതിനായി ഇപ്പോൾ ഇന്നലെ ആക്രമണം സംഭവിച്ച ആ ഒരു പ്രദേശത്തേക്ക് അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കടന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വനം വകുപ്പ് പറയുന്നത് കടുവയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ അതിനെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ കടുവയെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇതുവരെയോ ഇത്രയും സമയം പിന്നിട്ടിട്ടും കടുവയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇവരുടെ ജീവന് ഇപ്പോഴും ഒരു സുരക്ഷയുമില്ല. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡും ഭീതിയോടെ കഴിയുകയാണ് ഇവിടുത്തെ ഓരോരുത്തരും. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാ തരം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ബുദ്ധിമുട്ടിനെല്ലാം കാരണം ഇത്രയും വലിയൊരു പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ ഇതിന് കാരണമായ കടുവയെ ഇതുവരെ കണ്ടെത്താനോ പിടികൂടാനോ വനം വകുപ്പിനായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവന്റെ പ്രശ്നമാണ്. ഇതൊരു ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു സമരം മുന്നോട്ട് പോകുന്നത്. ജില്ലാ കളക്ടർ ഇവിടെ എത്തി ഇവരുടെ ജീവന് സുരക്ഷ ഉറപ്പ് നൽകുന്നത് വരെ ഈ ഒരു സമരം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. ജില്ലാ കളക്ടർ, സബ് കളക്ടർ, ADM ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിക്കൊണ്ട് ഇവരോട് സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. 4 മണിക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 5 മണിയാകുമ്പോഴും ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ ഗൗരവമായി തന്നെ ആളുകൾ കാണുകയാണ്. ഇവരുടെ ജീവന് ഇത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ഉന്നത അധികാരികൾ എന്നുള്ള ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. രാവിലെ 11:30 മുതൽ ആരംഭിച്ച ഒരു സമരം ഇപ്പോൾ 5 മണിയാകുമ്പോഴും കൃത്യമായി തന്നെ ഒരു പ്രതിഷേധം ഒട്ടും കുറയാതെ തന്നെ ഇപ്പോഴും ഈ ആളുകൾ ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നതാണ്. ഇവരുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രയും ഭീതിയോടെ കഴിയുകയാണ് ഇവിടെ. തീർത്തും മലയോര മേഖലയാണ്, കാർഷിക മേഖലയാണ്. കാപ്പിയൊക്കെ വിളവെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. നിരവധി ആളുകളാണ് ഈ ഒരു കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കാർഷികമായിട്ട് ഈ കാപ്പിയൊക്കെ വിളവെടുപ്പിന് പോകേണ്ട ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു
ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഈ ഇടങ്ങളിലൊന്നും ധൈര്യമായി ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ജോലി ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ അവരുടെ ജീവിത മാർഗവും ബുദ്ധിമുട്ടാവുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. പോയാൽ തന്നെ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഉറപ്പുമില്ല. ഇന്നലെ ഇതുപോലെ കാപ്പി പറിക്കാൻ വേണ്ടി രാധയെ അവരുടെ ഭർത്താവ് കൊണ്ടുവിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ ആ കൊണ്ടുവിട്ട് അവർ പണിയെടുക്കുന്ന ജോലി സ്ഥലത്ത് നിന്നാണ് കടുവ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ആ 150 മീറ്ററോളം ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന അത്രയും ദയനീയമായ അല്ലെങ്കിൽ അത്രയും ഭീകരമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. എന്നിട്ട് ഇത്രയും സമയമാകുമ്പോഴും ഈ കടുവ ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് ഭീതി പരത്തുന്നു എന്നുള്ളത് അത്രയും ഗൗരവത്തോടെ തന്നെയാണ് ആളുകൾ കാണുന്നത്. ഇതിനിടയിൽ ഇന്നലെ 5:30 വീണ്ടും അതേ പ്രദേശത്ത്, ഇന്നലെ ആക്രമണം നടന്ന അതേ പ്രദേശത്ത് ഇന്നലെ വീണ്ടും വൈകിട്ടോടെ ആളുകൾ കടുവയെ കണ്ടു. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി തന്നെ ഈ കടുവ ഒരു വീട്ടിലെ നായയെ കടിച്ചുകൊണ്ടുപോയതായി ആ വീട്ടുകാർ തന്നെ പറയുന്നു. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ചുറ്റുവട്ടത്ത് തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ തന്നെ സ്ഥിരീകരിക്കുകയും നാട്ടുകാർക്ക് അതിൽ ഒരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം അവരുടെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടിയെ കടിച്ചു കൊണ്ടുപോകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നിട്ട് പോലും വനം വകുപ്പിന് കടുവയെ കണ്ടെത്താനാകുന്നില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക അതിഭീകരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകളുടെ ആശങ്ക നിലനിൽക്കുമ്പോഴും ജില്ലാ കളക്ടറോ സബ് കളക്ടറോ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ആ കടുവ പഞ്ചാരക്കൊല്ലിയിൽ തന്നെ ഉണ്ട് എന്നുള്ള നിർണായകമായ വിവരം പുറത്തു വന്നത് ഉച്ചയോടുകൂടിയാണ്. ഈ വനം വകുപ്പിന്റെ CCTV ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു എന്നുള്ള വിവരങ്ങളും വന്നിരുന്നു. തുടർന്ന് ആ ലൊക്കേഷൻ ലക്ഷ്യമാക്കിയുള്ള ഓപ്പറേഷൻസ് ഒന്നും പിന്നീട് നടന്നില്ല. ഈ അരുൺ സക്കറിയും സംഘവും ഇപ്പോൾ ഏത് ഭാഗത്താണ് ഉള്ളത്? സൈഫുദ്ദീൻ, ഇന്നലെ ആക്രമണമുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രതിഷേധമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഈ ഒരു ദൗത്യം തുടരാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത്രയും വൈകാൻ ഒരു കാരണമായി കാണുന്നത്. അപ്പോൾ തുടർന്നും ഒരു പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ ഒരു ദൗത്യം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഉച്ചയോടുകൂടിയാണ് കടുവയെ സ്പോട്ട് ചെയ്തു എന്നുള്ള നിർണായകമായ വിവരം വന്നത്. വനം വകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു എന്നതായിരുന്നു വിവരം. ഈ ലൊക്കേഷൻ സ്പോട്ട് ചെയ്തുകൊണ്ട് ആ ഏരിയയിലാണ് ഇപ്പോൾ അരുൺ സക്കറിയൻ സംഘവും ഉള്ളതെന്ന് മനസ്സിലാക്കുകയാണ്. പക്ഷേ ഇപ്പോഴും കടുവയെ ക്യാമറയിലല്ലാതെ നേരിട്ട് കണ്ടെത്താൻ വനവകുപ്പിന്റെ സംഘത്തിനോ അരുൺ സക്കറിയുടെ സംഘത്തിനോ സാധിച്ചിട്ടില്ല. കണ്ടെത്തിയാൽ മാത്രമേ വെടിവെക്കാൻ കഴിയൂ. ഇനിയിപ്പോൾ വെടിവെക്കാനുള്ള ഉത്തരവിന്റെ കാര്യത്തിലും ഇപ്പോഴും അനിശ്ചിതാവസ്ഥയും അവ്യക്തതയും നിലനിൽക്കുന്നു. മരിച്ച രാധയുടെ കുടുംബത്തിന് സർക്കാർ ജോലി അടക്കമുള്ള ഉറപ്പുകൾ നൽകിയാൽ മാത്രമേ പ്രതിഷേധം എന്നുള്ള നിലപാടിൽ ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുന്ന നാട്ടുകാരെ കാണാം. അവർ രോഷാകുലരാകുന്ന വൈകാരികമായി പ്രതികരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ കണ്ടതുമാണ്. എന്തായാലും 4 മണിയോടുകൂടി കലക്ടർ എന്നുള്ളത് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും കലക്ടർ ഇതുവരെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല. ഒരു സംഘർഷാവസ്ഥ നേരത്തെ മുതൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിപ്പോഴും അണയാതെ തന്നെ ആ സംഘർഷാവസ്ഥ അയയാതെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള സാഹചര്യം കൂടി പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് കാണുകയാണ്. ഈ സമയം പഞ്ചാരക്കൊല്ലയിലേക്ക് ആ പ്രതിഷേധം നിൽക്കുന്ന ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായ ഭാഗത്തേക്ക് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരോ എത്തുന്നു എന്നുകൂടി മനസ്സിലാക്കുകയാണ്. പക്ഷെ അത് കലക്ടർ അല്ല എന്നുള്ളതാണ് ഈ സമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കലക്ടർ 4 മണിയോടുകൂടി ഈ പ്രദേശവാസികളുമായി നാട്ടുകാരുമായി ചർച്ച നടത്താൻ എന്നേറ്റിരുന്നതാണ്. സബ് കളക്ടർ എത്താമെന്ന് ഏറ്റിരുന്നു നേരത്തെ, പക്ഷെ ആരും എത്തിയില്ല. DFO മാത്രമാണ് അവിടെ എത്തിയത്. DFOയെ തടയുകയും ഉറപ്പുകൾ നൽകണം എന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ DFOയെ സംബന്ധിച്ചിടത്തോളം DFO നിസ്സഹായനായി നിൽക്കുന്ന ചിത്രം കൂടിയാണ് കണ്ടത്. ഇപ്പോൾ ഫൈസൽ നെടുമ്പാലെ തുടരുന്നുണ്ട്. ഫൈസൽ, ആരോ ഒരാൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരോ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുന്ന ആരാണ്? വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? കലക്ടറുടെ ഭാഗത്ത് നിന്നെങ്കിലും പുതിയ അറിയിപ്പുകൾ ഉണ്ടോ ഫൈസൽ? സൈഫു, ഇപ്പോൾ ADM ആണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ADM-ഉം ഇപ്പോൾ DFOയും ഉൾപ്പെടെ ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ ഇനി ADM-ഉം DFOയും ഉൾപ്പെടെ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ADM-ഉം DFOയും ചർച്ച ചെയ്യാനാണ് ഒരു സാധ്യതയുള്ളത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ADM-ഉം DFOയും ഉൾപ്പെടെയുള്ള ആളുകൾ നാട്ടുകാരുമായി സംസാരിക്കുക. ഇനി എന്തായാലും ചർച്ച വേഗം നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നാട്ടുകാർ പറഞ്ഞത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞു കലക്ടർ എത്തണം, സബ് കളക്ടർ എത്തണം, അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലെ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിക്കൊണ്ട്
ഈ ജനങ്ങൾക്ക് ഉറപ്പ് നൽകണം എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു നാട്ടുകാർ പറഞ്ഞിരുന്നത്. എന്തായാലും കളക്ടർ എന്തായാലും ഇതുവരെ എത്തിയിട്ടില്ല, സബ് കളക്ടറും എത്തിയിട്ടില്ല. പക്ഷേ ADM ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ADM എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്താണോ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് ADM തന്നെ പങ്കുവെക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. ADM-ഉം DFO-യും ചേർന്നുകൊണ്ട് നാട്ടുകാരോട് സംസാരിക്കാനാണ് ഇനിയൊരു സാധ്യത നമ്മൾ കാണുന്നത്. സൈഫുദ്ദീൻ.